പ്രിയമുള്ളവരെ, ലോഗോസ് ക്വിസ് 2026 പാഠ്യഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂട്ടമായി പരിശ്രമിച്ചതിനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? അവൻ നികുതി കൊടുത്തില്ല, അവൻ സാബത്ത് ലംഘിച്ചു, അവൻ പുതിയ നിയമമുണ്ടാക്കി, ആലയം നശിപ്പിച്ചു. ഉത്തരം: അവൻ സാബത്ത് ലംഘിച്ചു. യഹൂദരെ കൂടുതൽ പ്രകോപിപ്പിച്ച യേശുവിൻ്റെ രണ്ടാമത്തെ പ്രസ്താവന എന്തായിരുന്നു? ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചു, താൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞു, മോശയേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു, വലിയ ധനവാനാണെന്ന് പറഞ്ഞു. ഉത്തരം: ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചു. വാക്യം 18 പ്രകാരം യഹൂദരെ കൂടുതൽ പ്രകോപിപ്പിച്ച യേശുവിൻ്റെ രണ്ടാമത്തെ പ്രസ്താവന എന്തായിരുന്നു? ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചു, താൻ ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് പറഞ്ഞു, മോശയേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞു, താൻ വലിയ ധനവാനാണെന്ന് പറഞ്ഞു. ഉത്തരം: ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചു. യേശു ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിച്ചപ്പോൾ സ്വയം എന്താക്കി മാറ്റുക കൂടിയാണ് ചെയ്തതെന്ന് യഹൂദർ കുറ്റപ്പെടുത്തി. പ്രവാചകൻ, ദൈവതുല്യൻ, ദൈവദാസൻ, മാലാഖ. ഉത്തരം: ദൈവതുല്യൻ. 18-ാം വാക്യത്തിന് ശേഷം കാണുന്ന പുതിയ ഉപശീർഷകം എന്താണ്? യേശുവിൻ്റെ സാക്ഷ്യം, പുത്രൻ്റെ അധികാരം, സാബത്തിൻ്റെ ലംഘനം, മരിച്ചവരുടെ ഉയർപ്പ്. ഉത്തരം: പുത്രൻ്റെ അധികാരം. വാക്യം 19-ൽ യേശു തൻ്റെ പ്രസ്താവന ആരംഭിക്കുന്നത് ഏത് ഇരട്ട പദപ്രയോഗത്തോടു കൂടെയാണ്? വീണ്ടും വീണ്ടും, സത്യം സത്യമായി, നിശ്ചയമായും നിശ്ചയമായും, കേൾക്കുവിൻ കേൾക്കുവിൻ. ഉത്തരം: സത്യം സത്യമായി. വാക്യം 19 അനുസരിച്ച് പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയല്ല, എല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ മാത്രം സാധിക്കും, അത്ഭുതങ്ങൾ മാത്രം സ്വന്തമായി ചെയ്യാം. ഉത്തരം: ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. മനുഷ്യർ വിസ്മയിക്കേണ്ടതിന് ഇതിനേക്കാൾ വലിയ എന്ത് കാണിക്കുമെന്നാണ് പിതാവ് പുത്രനെക്കുറിച്ച് പറയുന്നത്? വലിയ പ്രവർത്തികൾ, വലിയ അടയാളങ്ങൾ, വലിയ രാജ്യങ്ങൾ, വലിയ നിയമങ്ങൾ. ഉത്തരം: വലിയ പ്രവർത്തികൾ. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് എന്തു നൽകുന്നു അത് പുത്രനും നൽകുന്നു എന്നാണ് 5-ാം അധ്യായത്തിൽ പറയുന്നത്. പണം, ജീവൻ, ന്യായവിധി, സമാധാനം. ഉത്തരം: ജീവൻ. വിധി മുഴുവൻ പുത്രന് നൽകിയതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? യഹൂദരെ ശിക്ഷിക്കാൻ, എല്ലാവരും പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും ആദരിക്കേണ്ടതിന്, ലോകത്തെ നശിപ്പിക്കാൻ, ശിഷ്യന്മാരെ പ്രശസ്തരാക്കാൻ. ഉത്തരം: എല്ലാവരും പിതാവിനെ ആദരിക്കുന്നത് പോലെ പുത്രനെയും ആദരിക്കേണ്ടതിന്. പുത്രനെ ആദരിക്കാത്തവൻ യഥാർത്ഥത്തിൽ ആരെയാണ് ആദരിക്കാത്തത്? മോശയുടെ നിയമങ്ങളെ, പ്രവാചകന്മാരെ, അവനെ അയച്ച പിതാവിനെ, വേദപുസ്തകത്തെ. ഉത്തരം: അവനെ അയച്ച പിതാവിനെ. നിത്യജീവൻ ലഭിക്കുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിനോടൊപ്പം എന്തുകൂടി ചെയ്യണമെന്നാണ് വചനം പറയുന്നത്? യാഗങ്ങൾ അർപ്പിക്കണം, അവനെ അയച്ചവനെ വിശ്വസിക്കണം, ഉപവസിക്കണം, തീർത്ഥാടനം നടത്തണം. ഉത്തരം: അവനെ അയച്ചവനെ വിശ്വസിക്കണം. യേശുവിൻ്റെ വചനം കേൾക്കുകയും അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് സംഭവിക്കാത്ത കാര്യം എന്താണ്? അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, അവന് ശാരീരിക മരണമുണ്ടാകുന്നില്ല, അവന് രോഗങ്ങൾ ഉണ്ടാകുന്നില്ല, അവന് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നില്ല. വചനം വിശ്വസിക്കുന്നവൻ എവിടെ നിന്നാണ് എവിടേക്കാണ് കടന്നിരിക്കുന്നത്? ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പാപത്തിൽ നിന്ന് നീതിയിലേക്ക്. ഉത്തരം: മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. മരിച്ചവർ ആരുടെ സ്വരമാണ് ശ്രവിക്കുന്ന സമയം വരുന്നത് എന്നാണ് യേശു പറയുന്നത്? മോശയുടെ സ്വരം, ദൈവപുത്രൻ്റെ സ്വരം, ദൂതന്മാരുടെ കാഹളം, പ്രവാചകന്മാരുടെ വചനം. ഉത്തരം: ദൈവപുത്രൻ്റെ സ്വരം. ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്നവർക്ക് എന്തു സംഭവിക്കും? അവർ ഭയപ്പെടും, അവർ ജീവിക്കും,
അവർ വീണ്ടും മരിക്കും, അവർ അപ്രത്യക്ഷരാകും. ഉത്തരം: അവർ ജീവിക്കും. ആർക്കാണ് തന്നിൽ തന്നെ ജീവനുള്ളത് എന്നാണ് വചനത്തിൽ ആദ്യം ഉപമിക്കുന്നത്? മനുഷ്യന്, പിതാവിന്, മാലാഖമാർക്ക്, പ്രകൃതിക്ക്. ഉത്തരം: പിതാവിന്. പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ പിതാവ് അവന് എന്തു നൽകിയിരിക്കുന്നു? ആജ്ഞ നൽകിയിരിക്കുന്നു, വരം നൽകിയിരിക്കുന്നു, നിയമം നൽകിയിരിക്കുന്നു, പുസ്തകം നൽകിയിരിക്കുന്നു. ഉത്തരം: വരം നൽകിയിരിക്കുന്നു. യേശുവിന് വിധിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് അവൻ ആരായിരിക്കുന്നത് കൊണ്ടാണ്? ലേവ്യൻ, പ്രവാചകൻ, ഭൗതിക രാജാവ്, മനുഷ്യപുത്രൻ. ഉത്തരം: മനുഷ്യപുത്രൻ. കല്ലറകളിൽ ഉള്ളവരെല്ലാം പുറത്തു വരുമ്പോൾ നന്മ ചെയ്തവർ ഏത് ഉയർപ്പിനായിട്ടാണ് വരുന്നത്? ശിക്ഷാവിധിയുടെ ഉയർപ്പ്, ജീവന്റെ ഉയർപ്പ്, താൽക്കാലിക ഉയർപ്പ്, രണ്ടാം മരണം. ഉത്തരം: ജീവന്റെ ഉയർപ്പ്. യേശു തൻ്റെ സാക്ഷ്യത്തിൽ സ്നാപക യോഹന്നാനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആകാശത്തിലെ നക്ഷത്രം, വലിയൊരു മല, കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക്, ആഴമുള്ള കിണർ. ഉത്തരം: കത്തിജ്വലിക്കുന്ന ഒരു വിളക്ക്. യഹൂദർ നിത്യജീവൻ ലഭിക്കുമെന്ന് കരുതി പരിശോധിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ യഥാർത്ഥത്തിൽ ആരെക്കുറിച്ചാണ് സാക്ഷ്യം നൽകുന്നത്? യഹൂദ പ്രമാണികളെക്കുറിച്ച്, അന്യജാതിക്കാരെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്, റോമ സാമ്രാജ്യത്തെക്കുറിച്ച്. ഉത്തരം: യേശുവിനെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്താണ്? പുത്രൻ്റെ അധികാരം, യേശുവിൻ്റെ സാക്ഷ്യം, വിശുദ്ധ ലിഖിതങ്ങൾ, ശാപത്തിൻ്റെ പ്രാധാന്യം. ഉത്തരം: യേശുവിൻ്റെ സാക്ഷ്യം. യേശു സ്വന്തമായി അഥവാ സ്വമേധയാ എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്? എല്ലാം ചെയ്യാൻ സാധിക്കും, ചില അത്ഭുതങ്ങൾ മാത്രം. ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ചെയ്യാം. ഉത്തരം: ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യേശു താൻ വിധിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണെന്നാണ് പറയുന്നത്? താൻ കാണുന്നത് പോലെ, താൻ ശ്രവിക്കുന്നത് പോലെ, സ്വന്തം താല്പര്യപ്രകാരം, നിയമജ്ഞർ പറയുന്നത് പോലെ. ഉത്തരം: താൻ ശ്രവിക്കുന്നത് പോലെ. യേശുവിൻ്റെ വിധി എങ്ങനെയുള്ളതാണെന്നാണ് അവൻ അവകാശപ്പെടുന്നത്? കഠിനമായത്, രഹസ്യമായത്, നീതിപൂർവം, താൽക്കാലികമായത്. ഉത്തരം: നീതിപൂർവം. യേശു തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ ആ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് പൂർണ്ണമായി സത്യമാണ്, ആ സാക്ഷ്യം സത്യമല്ല, അത് ഭാഗികമായി ശരിയാണ്, അതിന് തെളിവുകൾ ആവശ്യമില്ല. ഉത്തരം: ആ സാക്ഷ്യം സത്യമല്ല. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ വേറെ ആരാണുള്ളത് എന്നാണ് വചനം പറയുന്നത്? ആരുമില്ല, വേറൊരാൾ, ശിഷ്യന്മാർ മാത്രം, യഹൂദ ജനങ്ങൾ മാത്രം. ഉത്തരം: വേറൊരാൾ മാത്രം ഉണ്ട്. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന ആ വേറൊരാളുടെ സാക്ഷ്യത്തെക്കുറിച്ച് യേശുവിന് എന്താണ് അറിയാവുന്നത്? അത് രഹസ്യമാണെന്ന്, അത് താൽക്കാലികമാണെന്ന്, സത്യമാണെന്ന്, അത് മാറ്റാൻ കഴിയുമെന്ന്. ഉത്തരം: അത് സത്യമാണെന്ന്. യഹൂദർ ആരുടെ അടുത്തേക്കാണ് ആളയച്ചത് എന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത്? മോശയുടെ അടുത്തേക്ക്, കയ്യഫാസിൻ്റെ അടുത്തേക്ക്, യോഹന്നാൻ്റെ അടുത്തേക്ക്, പീലാത്തോസിൻ്റെ അടുത്തേക്ക്. ഉത്തരം: യോഹന്നാൻ്റെ അടുത്തേക്ക്. യഹൂദർ ആളയച്ചപ്പോൾ യോഹന്നാൻ എന്തിനാണ് സാക്ഷ്യം നൽകിയത്? നിയമത്തിന്, സത്യത്തിന്, തൻ്റെ സ്വന്തം അധികാരത്തിന്, രാജ്യത്തിന്. ഉത്തരം: സത്യത്തിന്. യഹൂദർ യേശുവിനെ വധിക്കാൻ